കേരളത്തിൻ്റെ പൊതു ഇടങ്ങളിലൊക്കെ തന്നെയും എവിടെയെങ്കിലുമൊക്കെ വച്ച് ശക്തൻ തമ്പുരാൻ എന്നൊരു പേര് നാം ഒക്കെ കേട്ടിട്ടുണ്ടാവും. തിരുവിതാംകൂറിൻ്റെ ചരിത്രം പറയുമ്പോൾ മാർത്താണ്ഡവർമ്മ എങ്ങനെയാണോ അതുപോലെയാണ് കൊച്ചിയുടെ ചരിത്രത്തിന് ശക്തൻ തമ്പുരാൻ. 1751 അഥവാ കൊല്ലവർഷം 926 കർക്കിടകം 10 ശക്തൻ തമ്പുരാൻ വെള്ളാരപ്പള്ളി കോവിലകത്ത് ജനിക്കുന്നത്. ആ കാലത്ത് കൊച്ചി രാജകുടുംബം താമസിച്ചിരുന്നത് ഈ വെള്ളാരപ്പള്ളി കോവിലകത്തായിരുന്നു. ചാഴൂര് വടക്കേപ്പാട്ട് താവഴിയിൽ നിന്നും ദത്തുവെച്ച 2 സ്ത്രീകളിലൊരാളായ അംബിക തമ്പുരാട്ടിയുടെ മകനാണ് ശക്തൻ തമ്പുരാൻ എന്ന് പേരെടുത്ത രാമവർമ്മ രാജാവ് എന്ന് പറയാം. ആ കാലത്ത് അധപ്പതിച്ചുകൊണ്ടിരുന്ന കൊച്ചി രാജ്യത്തെ സംരക്ഷിക്കാനായി ജനിച്ചവനാണ് രാമവർമ്മ രാജാവ് എന്ന് ആ സമയത്തെ ജനന സമയവും ലക്ഷണങ്ങളുമൊക്കെ വെച്ച് പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്. ഈ രാജകുമാരൻ കൊച്ചി രാജ്യത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്കും കർക്കിടകത്തിൽ നിന്ന് ചിങ്ങത്തിലേക്കും നയിക്കും എന്നൊരു പ്രസ്താവന പോലും ചരിത്ര വഴികളിൽ കാണാവുന്നതാണ്. ശക്തൻ തമ്പുരാന് 4 വയസ്സാകുന്നതിന് മുന്നേ തന്നെ അമ്മയൊക്കെ മരണപ്പെട്ടു. ഒപ്പം അവരുടെ താമസം 1755 തൃപ്പൂണിത്തുറയിലേക്ക് മാറ്റുകയും ചെയ്തു. സ്വാഭാവികമായും അവിടെ വച്ചായിരുന്നു ശക്തൻ തമ്പുരാൻ്റെ വിദ്യാഭ്യാസവും ആയുധാഭ്യാസവും ഒക്കെ നടക്കുന്നത്. ജനന സമയത്തെ പ്രവചനങ്ങളെ അക്ഷരം പ്രതി ശരിവെക്കുന്ന രീതിയിൽ പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിശക്തിയും ആയുധശക്തിയും ഒക്കെ പ്രകടിപ്പിച്ച ഒരു ബാലനായിട്ട് കൂടി ചരിത്രത്തിൽ ശക്തൻ തമ്പുരാനെ പറ്റി പറയുന്നുണ്ട്. വിദഗ്ധരായ കളരി ഗുരുക്കന്മാരിൽ നിന്നും വാളേറ്, കുന്തമേറ്, കുതിരകയറ്റം, പരിശപ്പയറ്റ്, അടവ്, തടവ്, ആകാശപ്പയറ്റ് തുടങ്ങി പലതും ചെറുപ്രായത്തിൽ തന്നെ പഠിക്കുകയും വേഷം മാറിക്കൊണ്ട് കുതിരപ്പുറത്ത് രാജ്യമൊട്ടുക്കും യാത്ര നടത്തുക എന്നതും ശക്തൻ തമ്പുരാൻ്റെ പതിവ് വിനോദങ്ങളായിരുന്നു. ഏതായാലും ആ കാലഘട്ടത്തിലെ ഏറ്റവും കഴിവുറ്റ ഒരു രാജാവായി മാറാനുള്ള എല്ലാ ഗുണങ്ങളും ഉൾപ്പെട്ട ഒരു വ്യക്തിയായാണ് രാജാവ് വളർന്നു വന്നത് എന്ന് പറയാം. ഇനി ഈ കാലഘട്ടത്തിൻ്റെ ചില മറ്റു പ്രത്യേകതകൾ കൂടി പറയേണ്ടതുണ്ടല്ലോ. നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള കൊച്ചി രാജ്യത്തിൻ്റെ തുടക്കകാലത്തെക്കുറിച്ചോ ആ വഴികളിലെ പല രാജാക്കന്മാരെക്കുറിച്ചോ പോലും ചരിത്രപരമായ തെളിവുകളൊന്നും ലഭ്യമല്ല. പോർച്ചുഗീസ് കാലത്തിനിപ്പുറം ആ ചരിത്രം കൃത്യമായ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുമുണ്ട്. ഈ നൂറ്റാണ്ടുകളൊക്കെ നിലനിന്ന രാജവാഴ്ചക്കാലത്ത് ഒട്ടേറെ രാജാക്കന്മാർ വന്നും പോയിട്ടുമുണ്ടാകുമല്ലോ. എന്നാൽ ഇവിടെയൊന്നും തന്നെ ശക്തൻ എന്നൊരു നാമം ആർക്കും ലഭിച്ചതായി നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. രാമവർമ്മ രാജാവിനാകട്ടെ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഈ ശക്തൻ തമ്പുരാൻ എന്ന പേര് അല്ലെങ്കിൽ ബഹുമതി വന്നു ചേർന്നതായി കാണാവുന്നതാണ്. അതിനെ അന്നും ഇന്നും ജനങ്ങൾ ആദരിക്കുന്നുമുണ്ട്. ഇനി വിദേശ ശക്തികൾ എന്ന പോലെ തന്നെ ആ കാലത്ത് കേരളം ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും മൈസൂർ ആക്രമണങ്ങൾക്ക് കൂടി വിധേയമായിട്ടുണ്ടല്ലോ. ആ പടകൾ വന്നപ്പോൾ ശക്തൻ്റെ ശക്തി എവിടെ പോയെന്നും ഇംഗ്ലീഷുകാരോട് എന്തിന് സന്ധി ചെയ്തു എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട്. പക്ഷേ ആ കാലഘട്ടത്തിൽ കേരളത്തിലെ ശക്തനായ സാമൂതിരിയെ നിഷ്പ്രഭമാക്കിയ മൈസൂർ പടയോട് കൊച്ചിക്ക് ആ കാലം പിടിച്ചു നിൽക്കാനാവില്ല എന്നതൊരു വസ്തുതയാണ്. ആ മൈസൂർ പടയെ തന്നെ ഇല്ലാതാക്കിയ ബ്രിട്ടീഷുകാരോടും പോരടിച്ച് നിൽക്കുക എന്നതും നടക്കുന്ന കാര്യമല്ലെന്ന് പറയാം. ശക്തൻ തമ്പുരാൻ്റെ കത്തുകളിൽ ഇതിനെപ്പറ്റി വിശദമായി പറയുന്ന ഭാഗങ്ങളുമൊക്കെ നമുക്ക് കണ്ടെത്താനാവും. രാജ്യം വിട്ട് ഓടിപ്പോവാതെ ജനങ്ങൾക്കൊപ്പം നിൽക്കണമെന്നും തങ്ങളെക്കാൾ ശക്തിയുള്ള സാമൂതിരി നേരിട്ട ആപത്ത് നാം നേരിടരുതെന്നും ശക്തൻ തമ്പുരാൻ പറയുന്നുണ്ട്. ഏതായാലും കേരളവർമ്മയുടെ കാലത്താണ് കേരളത്തിൽ മൈസൂരിൻ്റെ ആക്രമണം ഉണ്ടാവുന്നത്. 1,00,000 ഇഖോരി പഗോഡ മൈസൂരിന് കപ്പമായി നൽകാമെന്ന തരത്തിൽ 1774 അത് സന്ധിയാവുകയും ചെയ്തു. 1776 മൈസൂർ തൃശ്ശൂർ പിടിച്ചെടുക്കുന്ന അവസ്ഥയുമുണ്ടായി. ഏതായാലും മൈസൂർ കേരളത്തിലെ മറ്റ് രാജ്യങ്ങളെ തകർത്തെറിഞ്ഞപ്പോൾ കൊച്ചിയെ സൗഹൃദ രാഷ്ട്രമായാണ് കാണുകയുണ്ടായത്. തിരുവിതാംകൂറുമായി ബന്ധപ്പെട്ട ആക്രമണ വിഷയം വരെയും അത് തുടർന്ന് പോവുകയും ചെയ്തു. 1775 മുതൽ 1790 വരെ രാജാവായ രാമവർമ്മ ദുർബലനായിരുന്നത് കൊണ്ട് തന്നെ കഷ്ടിച്ച് പ്രായപൂർത്തി മാത്രമായിരുന്ന ഇളമുറ തമ്പുരാനായ രാമവർമ്മയ്ക്ക് അഥവാ ശക്തൻ തമ്പുരാന് ഭരണ ചുമതല നൽകിയെങ്കിൽ തന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ കഴിവുണ്ടായിരുന്നു എന്ന് ഊഹിക്കാമല്ലോ. അതുപോലെ തന്നെ കേരള ചക്രവർത്തി പദമൊക്കെ സ്വയം സ്വീകരിച്ചിരുന്ന വൻ സൈന്യവുമായി വന്ന് തൃശ്ശൂരൊക്കെ പിടിച്ചെടുത്ത സാമൂതിരിയൊക്കെ വെറുമൊരു ജന്മി മാത്രമായി മാറിയപ്പോൾ തീർത്തും അധപ്പതിച്ച് നിന്നിരുന്ന ഒരു കൊച്ചി രാജ്യത്തെ ആ കാലഘട്ടത്തിലെ പ്രത്യേകമായ അവസ്ഥകളെ കൂടി തരണം ചെയ്ത് ഒരു രാജ്യമാക്കി നിലനിർത്തി എന്നതും രാജ്യത്തിന് പുരോഗതി സമ്മാനിച്ചു എന്നതുമാണ് കൊച്ചിയുടെ ചരിത്രത്തിൽ ശക്തൻ തമ്പുരാൻ എന്ന നാമത്തിൽ വിഖ്യാതനായ രാമവർമ്മയുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയാം. ശക്തൻ തമ്പുരാൻ്റെ ഔപചാരികമായ സിംഹാസനാരോഹണം നടന്നത് 1790 1769 തന്നെ
രാജഭരണത്തിൻ്റെ ചുമതലകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഹൈദരലിയുമായും ടിപ്പു സുൽത്താനുമായും കത്തിടപാടുകൾ നടത്തിയതിൻ്റെ ചരിത്ര വഴികളൊക്കെ നമുക്ക് കാണാവുന്നതുമാണ്. അയൽദേശങ്ങളിൽ നിന്നുള്ള ആക്രമണ ഭീഷണികൾ എന്ന പോലെ തന്നെ സ്വന്തം രാജ്യത്ത് ശക്തനായ ഒരു രാജാവ് അല്ലെങ്കിൽ നേതാവ് ഇല്ലാത്തതിൻ്റെ വിഷമം കൊച്ചിയും കാലങ്ങളായി അനുഭവിച്ചു വരികയായിരുന്നു. ജീവിത വഴികളിൽ മാർത്താണ്ഡവർമ്മയുടെ ശൈലികളെ പഠിച്ചിരുന്ന അല്ലെങ്കിൽ പിന്തുടർന്നിരുന്ന ശക്തൻ തമ്പുരാൻ ആ നാട്ടിലെ ദുഷ്പ്രഭുക്കന്മാരെയും കൊള്ളക്കാരെയുമൊക്കെ അമർച്ച ചെയ്യാൻ നായകത്വം ഏറ്റെടുത്തു എന്നും പറയാം. തങ്ങളുടെ ദയനീയമായ അപ്രാപ്തിയെ മുന്നിൽ കണ്ട, രാജ്യത്തിൻ്റെ ദുരവസ്ഥ കണ്ട, വരാൻ പോകുന്ന വലിയ ശക്തികളെ കണ്ട വലിയ തമ്പുരാനും ഇളയ തമ്പുരാനും വെറും 19 വയസ്സ് മാത്രമുള്ള അനന്തരവന് വേണ്ടി സ്വയം ഒഴിഞ്ഞു കൊടുക്കുക എന്നതും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണല്ലോ. അഥവാ ശക്തൻ തമ്പുരാൻ്റെ ശേഷി വെളിപ്പെടുത്തുന്ന വലിയൊരു സൂചന തന്നെയാണ് അത് എന്നും പറയാം. അപ്രകാരം നീണ്ട 36 കൊല്ലം 3 നിലയിൽ, അതായത് വീരളയ തമ്പുരാൻ, ഇളയ തമ്പുരാൻ, വലിയ തമ്പുരാൻ അഥവാ ശക്തൻ തമ്പുരാൻ എന്ന നിലയിൽ അദ്ദേഹം കൊച്ചി രാജ്യത്തെ ഭരിക്കുകയുണ്ടായി. കൊച്ചി ദേശത്ത് കുറേ കാലം ജീവിച്ചിരുന്ന ഒരു ഡച്ചുകാരൻ്റെ എഴുത്തുകളിൽ ശക്തൻ തമ്പുരാനെ പറ്റി പറയുന്നുണ്ട്. ഞാൻ അവിടെ എത്തുന്ന സമയത്ത് അദ്ദേഹത്തെ പലതവണ കണ്ടിട്ടുണ്ടെന്നും അവിടെ എത്തിയാൽ അദ്ദേഹം ആളെ അയക്കുമെന്നും ലന്തഭാഷ കടുകട്ടിയായിരുന്നെങ്കിലും അദ്ദേഹം പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നും യൂറോപ്പിലെ കാര്യങ്ങളെക്കുറിച്ചറിയാൻ അദ്ദേഹം വലിയ തോതിൽ ചെവിയോർത്തിരുന്നെന്നും മഹാധീരനും ഉത്സാഹിയുമായ ഒരു പുരുഷനാണ് രാജാവെന്നും അതികേമമായ ബുദ്ധിശക്തിയും അതിലൊട്ടും കുറയാത്ത ഗർവമുണ്ടെന്നും ആ കാലത്തെ കൊച്ചി രാജ്യത്തിൻ്റെ അവസ്ഥകളിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ അദ്ദേഹം ഒരുക്കമായിരുന്നില്ല എന്നും തുടങ്ങി എഴുത്തുകൾ നമുക്ക് അനവധി കാണാവുന്നതാണ്. ആ രാജ്യത്തിൻ്റെ വികസനത്തിനായി ശക്തൻ തമ്പുരാൻ ഒട്ടനവധി മാറ്റങ്ങൾ തൻ്റെ രാജ്യത്ത് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ വിദഗ്ധനായ ഒരു ഭരണാധികാരിയായും നല്ലൊരു നയശാലിയായും രാജ്യതന്ത്രജ്ഞനുമൊക്കെയായി ശക്തൻ തമ്പുരാനെ ചരിത്രം നോക്കിക്കാണുന്നു. മൈസൂരിൻ്റെ ആക്രമണ സമയത്ത് മൈസൂരുവുമായി സന്ധി ചെയ്ത കൊച്ചി രാജ്യം എന്നാൽ തൊട്ടടുത്ത് തന്നെ 1791 കാലത്ത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായും സന്ധി ചെയ്യുകയുണ്ടായി. മറ്റൊരർത്ഥത്തിൽ ടിപ്പുവിന് നൽകിയിരുന്ന കപ്പം ടിപ്പുവിനെ തോൽപ്പിച്ച ബ്രിട്ടീഷിന് നൽകി എന്നത് തന്നെ. രാജ്യത്തെ വികസിപ്പിക്കാനായി അദ്ദേഹം ഒട്ടേറെ നടപടികൾ എടുത്തതായി കാണാവുന്നതാണ്. തിരുവിതാംകൂറിലെ നാടുവാഴി പ്രഭുക്കന്മാർക്കെതിരെ മാർത്താണ്ഡവർമ്മ കൈക്കൊണ്ട അതേ നയം തന്നെ കൊച്ചിയിൽ ശക്തൻ തമ്പുരാനും എടുക്കുകയുണ്ടായി. പാലിയത്തെ കോമിയച്ചൻ്റെ പിന്തുണയോടെ കൊച്ചിയിലെ നായർ മാടമ്പിമാരുടെ ശക്തിക്ക് അദ്ദേഹം കാര്യമായ കോട്ടം വരുത്തി. മാടമ്പിമാരുടെ അധികാരങ്ങൾ രാജാവ് നേരിട്ട് നിയമിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നൽകുകയുണ്ടായി. പ്രഭുക്കന്മാരിൽ നിന്ന് പല രീതിയിൽ സ്വത്തുക്കൾ പിടിച്ചെടുക്കുകയും എതിരാളികളായവരെ നിർദാക്ഷിണ്യം തകർക്കുന്ന അവസ്ഥയും അദ്ദേഹം കൈക്കൊണ്ടു. ഒരു രാജ്യത്ത് ഒരു രാജാവ് എന്ന നയത്തിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി തൻ്റെ ഉരുക്കുമുഷ്ടികൾ തന്നെ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് പറയാം. പിണങ്ങേണ്ടവരോട് പിണങ്ങിയും, പഴിക്കേണ്ടവരെ പഴിച്ചും, പിഴിയേണ്ടവരെ പിഴിഞ്ഞും, തുണയ്ക്കേണ്ടവരെ തുണച്ചും, തുലയ്ക്കേണ്ടവരെ തുലച്ചും ശക്തൻ തമ്പുരാൻ തൻ്റെ ശക്തി, ബുദ്ധി, നയങ്ങൾ എന്നിവ പ്രകടിപ്പിച്ചു എന്ന് പറയാം. തൻ്റെ മുൻപേയുള്ള കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടത് തിരിച്ചെടുക്കാൻ അതിവേഗത കാട്ടാതെ കയ്യിലുള്ളത് മുറുക്കെ പിടിച്ച് അതിനെ വികസിപ്പിച്ച് ബാക്കിയുള്ളത് കൈക്കലാക്കുക എന്ന നയമാണ് ശക്തൻ തമ്പുരാൻ സ്വീകരിച്ചത്. രാജ്യത്തെ 2 മുഖങ്ങളാക്കി ഭാഗിച്ച് കോവിലകത്തും വാതുക്കൽ എന്ന് വിളിക്കുന്ന താലൂക്കുകളായി തിരിച്ച് പ്രവൃത്തികളായി വിഭജിച്ച് കണ്ടെഴുതി ക്രമമായി കരം പിരിച്ചു തുടങ്ങിയത് ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ്. കേന്ദ്രീകൃത ഭരണനയം അതിശക്തമായി മാറ്റിയ ശക്തൻ തമ്പുരാൻ എല്ലാം തന്നെ തൻ്റെ ശ്രദ്ധയിൻ കീഴിൽ കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചിരുന്നു. രാജ്യത്തിൻ്റെ ധനസ്ഥിതി തന്നെ മെച്ചപ്പെടുത്തിയ അദ്ദേഹം അഴിമതിക്ക് അറുതി വരുത്തുകയും അപ്രകാരമുള്ള നടപടികൾ തടയാനായി പ്രത്യേക നിരീക്ഷകരെ വെക്കുകയും ചെയ്തു. നായർ പട്ടാളത്തെ സ്ഥിരമായി ഏർപ്പെടുത്തുകയും ഈഴവ സൈന്യത്തെ രൂപീകരിച്ചതും പൊതുമരാമത്തുകൾ ആരംഭിച്ചതും ശക്തൻ തമ്പുരാനായിരുന്നു. വഴികൾ വെട്ടിക്കുക, വഴികളിൽ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുക, പാലങ്ങൾ സൃഷ്ടിക്കുക, കുളങ്ങൾ സൃഷ്ടിക്കുക എന്നിവയൊക്കെ ഒരു ഔദ്യോഗിക പദ്ധതിയായി തന്നെ അദ്ദേഹം കണ്ട് നടപ്പിൽ വരുത്തുകയുണ്ടായി. എല്ലാ പ്രധാന ദിക്കുകളിലും ഊട്ടുപുരകളും വഴിയമ്പലങ്ങളും തണ്ണീർ പന്തലുകളുമൊക്കെ അദ്ദേഹം സ്ഥാപിച്ചു. ആദ്യകാലങ്ങളിൽ ഇദ്ദേഹം സഞ്ചരിച്ചിരുന്നത് പോലെ തന്നെ അദ്ദേഹം രാജ്യത്തിൻ്റെ അവസ്ഥ അറിയാനായി യാത്രകൾ നടത്തിയിരുന്നതായും പറയുന്നു. ആ ഒരു കാലത്ത് വികസനത്തിൻ്റെ മുഖമുദ്രയായി നിന്നിരുന്ന വ്യാപാര മേഖലയിൽ അദ്ദേഹം എല്ലാവിധ ശ്രദ്ധയും നൽകുകയുണ്ടായി. പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹം ചന്തകൾ സ്ഥാപിച്ചു. പട്ടണങ്ങളിൽ സർക്കാർ നിയന്ത്രണത്തിൽ പാണ്ഡികശാലകൾ സ്ഥാപിക്കുകയും കച്ചവടക്കാർക്കും മറ്റും വാടകയ്ക്ക് നൽകുകയും ചെയ്തു.
കൃഷിക്കാർക്ക് ആവശ്യമുള്ള നെല്ലും വിത്തുമൊക്കെ നേരിട്ട് നൽകുകയുണ്ടായി. പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ നികുതി ഇളവും നൽകി. സ്വന്തമായി കച്ചവടം ആരംഭിച്ച് രാജ്യത്തിൻ്റെ മുതലെടുപ്പും അദ്ദേഹം വർദ്ധിപ്പിച്ചു. ആളെ മനസ്സിലാക്കി സഹായങ്ങൾ നൽകിയും കൂലിക്കും അല്ലാതെയും വിദേശ കച്ചവടക്കാരെ സ്വാധീനിച്ചും സ്വന്തമായും അല്ലാതെയും കപ്പലുകൾ ഇറക്കിയും വ്യാപാര മേഖലയെ അദ്ദേഹം വികസിപ്പിച്ചു. ബോംബെ മുതൽ കൊൽക്കത്ത വരെ കപ്പലുകൾ കച്ചവടവുമായി സദാസമയം എത്തിയിരുന്നതായും പറയുന്നു. ഏതായാലും രാജ്യ പുരോഗതിക്ക് വ്യാപാര മേഖലയെ അദ്ദേഹം വലിയ തോതിൽ തന്നെ ഉപയോഗിച്ചു. ശക്തൻ തമ്പുരാൻ നാടുവാഴി പ്രഭുത്വത്തിൻ്റെ ശക്തി അടിച്ചമർത്തുമ്പോൾ തന്നെ ബ്രാഹ്മണ പൗരോഹിത്യത്തിൻ്റെ അധികാരം തകർക്കാനും വേണ്ട നടപടികൾ എടുക്കുകയുണ്ടായി. വടക്കുന്നാഥ ക്ഷേത്രത്തിലും പെരുമനം ക്ഷേത്രത്തിലും പുരോഹിത പ്രധാനികളായി യോഗിയാതിരിപ്പാടന്മാരെ ഏർപ്പെടുത്തി വന്ന സമ്പ്രദായം അദ്ദേഹം അവസാനിപ്പിച്ചു. ഈ ക്ഷേത്രങ്ങളുടെ ഭരണം സർക്കാർ ഏറ്റെടുക്കുകയും ചെയ്തു. സുപ്രസിദ്ധമായ തൃശ്ശൂർ പൂരം തുടങ്ങിയതും ശക്തൻ തമ്പുരാൻ്റെ കാലത്താണ്. ഗൗഡസാരസ്വതന്മാരോടും ലത്തീൻ ക്രിസ്ത്യാനികളോടും നിഷ്ഠൂരമായിട്ടാണ് അദ്ദേഹം പെരുമാറിയത്. ഇവരിലെയൊക്കെ കുബേരന്മാരായ വ്യാപാരികളിൽ നിന്ന് അദ്ദേഹം ധാരാളം പണം പിടിച്ചെടുക്കുകയുണ്ടായി. പോർച്ചുഗീസുകാരുടെയും ഡച്ചുകാരുടെയും കാലത്ത് വിശേഷാൽ അധികാരങ്ങൾ നേടിയിരുന്ന ലത്തീൻ ക്രിസ്ത്യാനികളുടെയും സ്വത്തുക്കൾ അദ്ദേഹം പിടിച്ചെടുക്കുന്നുണ്ട്. എന്നാൽ നേരെ തിരിച്ച് സുറിയാനി ക്രിസ്ത്യാനികളോട് തീർത്തും അനുഭാവപൂർണമായ നയമാണ് അദ്ദേഹം കൈക്കൊണ്ടത്. അവരെ രാജ്യത്തിൻ്റെ പല പ്രധാന മേഖലകളിലും കുടിയേറാനുള്ള അവസരവും അദ്ദേഹം ഒരുക്കി നൽകി. ഇപ്രകാരം താവളമുറപ്പിച്ച സുറിയാനി ക്രിസ്ത്യാനികൾ നല്ല നിലയിൽ വാണിജ്യം നടത്തുകയും രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വലിയ സംഭാവന നൽകുകയും ചെയ്തു. ദുഷ്പ്രഭുക്കന്മാരെ, സാമന്തന്മാരെ, ജന്മികളെ, ക്ഷേത്രാധികാരികളെ അദ്ദേഹം ആളെ നോക്കാതെ അമർച്ച ചെയ്തു എന്ന് പറയാം. എന്നാൽ അതേസമയം സാധുക്കളെ, നിരപരാധികളെ, രാജഭക്തന്മാരെയൊക്കെ അദ്ദേഹം സംരക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊച്ചിയിലെ ജനങ്ങൾ പരക്കെ സുഖവും രക്ഷയും അനുഭവിച്ചു പോന്നു എന്ന് പറയാറുണ്ട്. ഏതൊരു രാജാവിനെ സംബന്ധിച്ചിടത്തോളവും അതുതന്നെയാണല്ലോ പ്രധാനപ്പെട്ട കർത്തവ്യം. അദ്ദേഹത്തിൻ്റെ ഭരണകാലത്ത് നിഷ്പക്ഷവും നിർഭയവുമായ ഒരു നീതിന്യായ വ്യവസ്ഥ കൊച്ചിയിൽ നിലനിന്നിരുന്നു. കള്ളന്മാരെയും കൊള്ളക്കാരെയും ഒക്കെ നിർദ്ദയം അടിച്ചമർത്തിയതുകൊണ്ട് തന്നെ കൊച്ചിയിൽ ജനത്തിനും സ്വത്തിനും സ്വാഭാവിക സംരക്ഷണം എന്നൊരു നില തന്നെ ഉണ്ടാവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിലേക്ക് ശക്തൻ തമ്പുരാൻ എന്ന പേരും വന്നു ചേരുകയാണ്. തൻ്റെ ഭരണവഴികളിൽ അദ്ദേഹത്തിൻ്റെ ശിക്ഷാവിധികൾ ക്രൂരങ്ങളായിരുന്നു എന്നൊരു വശം കൂടി പലയിടത്തും ഇതിൻ്റെ ഭാഗമായി പറഞ്ഞു കേൾക്കാറുണ്ട്. എന്നാൽ ആ കാലഘട്ടത്തിൽ മറ്റുള്ളവരും ഇതുപോലെ തന്നെയുള്ള ശിക്ഷാരീതികൾ നടപ്പിലാക്കി എന്നതും ഇതിനുശേഷം വന്ന ബ്രിട്ടീഷ് റെസിഡൻ്റൊക്കെ ഈ ശിക്ഷാരീതികൾ തുടർന്ന് പോന്നിരുന്നു എന്നതും ശക്തൻ തമ്പുരാൻ്റെ ഗുണങ്ങളായും പറയാറുണ്ട്. ഏതായാലും കൊച്ചി രാജ്യത്തിൻ്റെ ചരിത്രമെടുത്തു നോക്കിയാൽ ശക്തൻ തമ്പുരാൻ്റെ ഭരണകാലം എന്നത് ഒരു സുപ്രസിദ്ധമായ അധ്യായം തന്നെയാണ്. തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ മാർത്താണ്ഡവർമ്മ എന്ന പോലെ കൊച്ചി രാജ്യചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭനായ രാജാവായി ശക്തൻ തമ്പുരാനും ചരിത്രത്തിൽ നിലകൊള്ളുന്നു.